ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്നും 2014 ജനുവരി 21 ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. സത്യവാങ്മൂലം നൽകിയതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അതിന്റെ ഏജൻസികൾ തന്നെ പരിശോധിച്ച് ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന, അങ്ങനെയാണ് ഉപയോഗിച്ചത് പദം, ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വേണ്ടി വന്നാൽ നിരോധിക്കും എന്നും ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സത്യവാങ്മൂലമുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനം ആണെന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ ഉള്ളത്. ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തിൻ്റെ ശില്പിയായ PK കുഞ്ഞാലിക്കുട്ടി ആ സർക്കാരിൽ രണ്ടാമനായിരുന്നു. രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. മുസ്ലിം ലീഗിന് ആ മന്ത്രിസഭയിൽ 5 മന്ത്രിമാരുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ അല്ല എന്ന് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന VD സതീശൻ അന്നത്തെ സർക്കാരിനെ നിയമസഭയിൽ പിന്തുണക്കുന്ന UDF MLA ആയിരുന്നു. വല്ല സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം അങ്ങോട്ട് തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ കാര്യം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിരവധി വർഗീയ ധ്രുവീകരണ ശക്തികൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെയെല്ലാം ജമാഅത്തെ ഇസ്ലാമി മതമൗലികവാദ ശക്തികൾക്ക് പിന്തുണ നൽകി ഇവരുടെ ആദർശത്തിൽ നിന്ന് ആവേശഭരിതരായി എന്നാണ് UDF സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ, ഭരണഘടന, നിയമങ്ങൾ എന്നിവയോടുള്ള അവഗണനയും വെറുപ്പും പ്രകടമാക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന. അവരുടെ ഭരണഘടന എന്ന കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട്. ഇവരുമായിട്ട് കൂടാൻ ഒരു മടിയുമില്ലാത്ത ഒരു മുന്നണിയാണ് ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന UDF. എന്നിട്ട് അതിൻ്റെ മേലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വ്യക്തമായി വിശദീകരിച്ചത്, മുസ്ലിം വർഗീയവാദം, ഹിന്ദു വർഗീയവാദം രണ്ടും മതവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല, വിശ്വാസവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ 2 വർഗീയവാദികളും, അതായത് ഒന്ന് ഭൂരിപക്ഷ വർഗീയതയുടെ അപകടകരമായ നിലപാട് സ്വീകരിക്കുന്ന RSSഉം സംഘപരിവാർ വിഭാഗവും, ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രമുഖ വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമിയും നമ്മുടെ മാധ്യമ ശൃംഖലകളും ഇവർക്ക് എതിരായിട്ട് നടത്തുന്ന വിമർശനത്തെ മതവിശ്വാസത്തിനെതിരായിട്ടുള്ള വിമർശനമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർത്തമാന കാലഘട്ടത്തിലെ സവിശേഷത. അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ ആ കാര്യം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞത്. പാർട്ടി സ്റ്റാൻഡ് ഞാൻ പറഞ്ഞത് വെറുതെ ഓരോരോ ചോദ്യം ചോദിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞതാ പാർട്ടി സ്റ്റാൻഡ്. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഞാനിപ്പോ പറഞ്ഞതാണ് പാർട്ടി സ്റ്റാൻഡ്. അത് വിമർശിച്ചോട്ടെ, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ഓരോന്ന് പറയുന്നത് വിമർശിച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ലല്ലോ പാർട്ടി സ്റ്റാൻഡാണ് ഞാൻ പറയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തോളം പറഞ്ഞു, അതിനപ്പുറം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാറാട് പറയുന്നതിൽ എന്താ ഇത്ര പ്രയാസം നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്നതാണ്, മാറാട് കലാപത്തിന്റെ കാലം UDFന്റെ കാലായിരുന്നല്ലോ. നിരവധി ആളുകളെ വെട്ടിക്കൊല്ലാനും ആ വെട്ടിക്കൊല്ലുന്നതിന് ഇടയാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും UDFന്റെ കാലത്തല്ലേ? അത് പറഞ്ഞു പോകുമ്പോഴെന്താ ഇത്ര വലിയ വിഷമം? അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ ആ കാര്യം.